ഈ കഴിഞ്ഞ കുറേ കാലമായി പ്രത്യേകിച്ച് അതായത് പശ്ചിമ ബംഗാളിൽ, കേരളത്തിൽ, തമിഴ്നാട്ടിൽ ഒക്കെ, തെലങ്കാനയിൽ, പഞ്ചാബിൽ ഒക്കെ ഗവർണർമാരുടെ ഒരു ഭരണം, അവരുടെ അധികാര പ്രകടനം ഇതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു, എല്ലാ ഫെഡറൽ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ട്. അക്കാര്യത്തിലാണ് സുപ്രീം കോടതി, ഇനി എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല, പക്ഷേ സുപ്രീം കോടതി പരമോന്നത നീതിപീഠം കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് ഗവർണർക്ക് അധികാരമുണ്ട്, പക്ഷേ അധികാരം മാത്രമല്ല, അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ. കാരണം ഒരു ഉത്തരവാദിത്വമില്ലാതെ ഇപ്പോൾ നമ്മുടെ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഇടപാടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ? മാത്രമല്ല, മാധ്യമങ്ങളങ്ങ് പ്രോത്സാഹിപ്പിക്കാൻ, ഗവർണർ വേറെ ലെവൽ എന്ന് തന്നെ ഗവർണറെ അവതരിപ്പിച്ചുകൊണ്ട് നിരന്തരം ഇങ്ങ് പ്രോത്സാഹിപ്പിക്കുക, തോന്നിയ പടിക്ക് ഗവർണർ പ്രവർത്തിക്കുക എന്നുള്ള സ്ഥിതിയുണ്ട്. 9 VC-മാരെ ഒറ്റയടിക്ക് പിരിച്ചുവിടാനുള്ള, അല്ലെങ്കിൽ അവർ രാജിവെക്കണമെന്നുള്ള നിലപാട് ഗവർണർ സ്വീകരിക്കുമ്പോൾ മുഴുവൻ മാധ്യമങ്ങളും അതിനൊപ്പം നിൽക്കുകയാണ് ആവേശത്തോടെ. യഥാർത്ഥത്തിൽ ആ VC-മാർ യോഗ്യരല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്ക് പറഞ്ഞ പോലെ ഓരോ VC-മാരെയും തരം തിരിച്ചെടുത്ത് പരിശോധിച്ചാൽ ആരെങ്കിലും യോഗ്യരല്ലാത്തവരുണ്ടോ? പിന്നീട് കൊണ്ടുവന്നവർ അതിന് സമാനമായോ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച യോഗ്യത ഏതെങ്കിലും തരത്തിൽ അവകാശപ്പെടാവുന്നവരാണോ ഗവർണർ കൊണ്ടുവന്ന് വെച്ചത്? പക്ഷേ ഒരാവേശത്തിൽ അങ്ങ് ഒപ്പം കൂടുകയാണ്, ഗവർണറുടെ ഒപ്പം വിസിലടിച്ചൊപ്പം കൂടുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ SUCI അടക്കം ഈ ഗവർണർക്കൊപ്പമായിരുന്നല്ലോ അണിനിരുന്നത്. അതായത് ഈ ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ആ സ്വാതന്ത്ര്യത്തെ, സംസ്ഥാന സർക്കാരിൻ്റെ, സ്റ്റേറ്റിൻ്റെ സ്വാതന്ത്ര്യത്തെ എല്ലാ അർത്ഥത്തിലും ലംഘിച്ചുകൊണ്ട് ഇടപെടുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന സമീപനം മാധ്യമങ്ങളും സ്വീകരിച്ചു. ഗവർണർ അതെല്ലാം തെറ്റാണെന്നല്ലേ ഇപ്പോൾ തെളിയുന്നത്? അതെല്ലാം തെറ്റാണെന്ന് കൃത്യമായി തെളിയുകയാണ്. അതുകൊണ്ട് ഏറ്റവും ചരിത്രപരമായ സുപ്രധാനമായ വിധിയാണ് ഇത്. സെനറ്റ് 2 വർഷമൊക്കെയാണ് ഒരു ബില്ല്, ഇവിടുത്തെ നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ ഒരു ബില്ല്. അത് ഏത് തരത്തിലുള്ളതാണ്? ഈ കോവിഡിന് ശേഷമുണ്ടായ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയൊക്കെ അടിയന്തര സ്വഭാവത്തോടെ അവതരിപ്പിക്കുന്ന ബില്ലിൻ്റെ മുകളിൽ 2 വർഷം ഇരിക്കുകയാണ്. ഇതാണ് ഇവിടെ ഗവർണർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ഓരോ കാര്യത്തിൽ ഓരോ സ്റ്റേറ്റുകൾക്കും ഈ നിലയ്ക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. പഞ്ചാബിന് പറയാനുണ്ട്, പഞ്ചാബ് ഇപ്പോൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെലങ്കാനയ്ക്ക് പറയാനുണ്ട്, തമിഴ്നാടിന് പറയാനുണ്ട്, കേരളത്തിന് പറയാനുണ്ട്. തമിഴ്നാട്ടിൽ ഗവർണർക്ക് സ്റ്റേറ്റിൻ്റെ പേര് മാറ്റാൻ ഉള്ള, അതായത് അനാവശ്യമായ അധികാരം, അതായത് സ്വന്തം ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുക, അനാവശ്യമായി ഇടപെടുക, ഈ ഫെഡറൽ തത്വങ്ങളെ ലംഘിക്കുക. അതായത് തമിഴ്നാടിൻ്റെ പേര് തമിഴകം എന്നാക്കണമെന്നുള്ളതാണ് രവിയുടെ ഒരാവശ്യം.